നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒത്തൊരുമയുടെയും പ്രതീകമായി അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആരംഭമായി. ഓസ്റ്റിനിലെ വിവിധ ക്രിസ്ത്യൻ ചർച്ചുകൾ ഏകോപിപ്പിച്ച് നടത്തിയ എക്യുമെനിക്കൽ ക്രിസ്മസ് സർവീസിലേക്ക്. സീറോ മലബാർ കാത്തലിക് ചർച്ച്, സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച്, സെന്റ് മലങ്കര സിറിയക് ഓർത്തഡോക്സ് ചർച്ച്, ഓസ്റ്റിൻ CSI ചർച്ച്, സീറോ എഫ്രൈം മലങ്കര കാത്തലിക് ചർച്ച് എന്നിവർ സംയുക്തമായാണ് ഇത്തവണ ക്രിസ്മസ് ആഘോഷിച്ചത്. ഫാദർ സജി ലൂക്കോസ് പ്രാരംഭ പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയ്ക്ക് ശേഷം വിവിധ ചർച്ചുകൾ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിവിധ കലാപരിപാടികൾക്കൊപ്പം ബൈബിൾ പാരായണവും നടത്തി. വിവിധ ദേവാലയങ്ങളുടെ മനോഹരമായ കരോൾ ഗാനങ്ങളും ആഘോഷ പരിപാടിക്ക് മാറ്റുകൂട്ടി. എക്യുമെനിക്കൽ ക്രിസ്മസ് സേവനവേളയിൽ ശേഖരിച്ച മുഴുവൻ ഓഫറുകളും ഫീഡ് മൈ സ്റ്റാർവിംഗ് ചിൽഡ്രന് സംഭാവന ചെയ്തു. ന്യൂസ് ഡെസ്ക് ഷെക്കീന ന്യൂസ്. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 88ാം പിറന്നാൾ. പാവങ്ങളുടെ പക്ഷത്ത് നിലയുറപ്പിച്ച ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാവ് കൂടിയായ ഫ്രാൻസിസ് മാർപ്പാപ്പ മാറ്റങ്ങളുടെ പാപ്പ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ശക്തനും ധീരനുമായ നേതാവാണ്. ജന്മദിനാശംസകൾ നേരുന്നതിനൊപ്പം ദീർഘായുസ് ആശംസിച്ചും പ്രാർത്ഥിച്ചും നിരവധി പേർ രംഗത്തെത്തി. ആഗോള കത്തോലിക്ക സഭയുടെ ആത്മീയ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 88ാം പിറന്നാൾ. ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലെ ബ്രൂണസ് അയേഴ്സിൽ കുടിയേറിയ റെയിൽവേ ജീവനക്കാരനായ മരിയോ ജോസ് ബെർഗോളിയോയുടെയും മരിയ സിവോരിയയുടെയും മകനായി 1936 ഡിസംബർ 17 ജനനം. ഹോർഹെ മരിയോ ബെർഗോളിയോ എന്നായിരുന്നു പേര്. 1958 മാർച്ച് 11 ജെസ്യൂട്ട് സന്യാസ സഭയിൽ അംഗമായി. 1969 ഡിസംബർ 13 ആർച്ച് ബിഷപ്പ് റമോൺ ജോസ് കാസ്റ്റിലാനോയുടെ കരങ്ങളിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. 1973 ജൂലൈ 31 അർജന്റീനയിലെ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യാളായി ഹോർഹെ മരിയോ ബെർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടു. 1992 മെയ് 20 ഫാദർ ഹോർഹെ മരിയോ ബെർഗോളിയോയെ ബിഷപ്പാക്കുന്നതിനുള്ള ഉത്തരവ് സഭ പുറപ്പെടുവിച്ചു. മെയ് 27 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തെ ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്തു. അഭിഷിക്തനായ അദ്ദേഹത്തിന് ബ്രൂണസ് ഐറിസിന് സഹായമെത്രാൻ, ഔക്ക രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകൾ ലഭിച്ചു. 2001 ഫെബ്രുവരി 21 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ തന്നെ കർദിനാൾ പദവിയിലേക്ക് ഹോർഹെ മരിയോ ബെർഗോളിയോയെ ഉയർത്തി. കർദിനാളായി തന്നെ വാഴിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ, വിശ്വാസികൾ റോമിലേക്ക് വരുവാൻ ചെലവഴിക്കുന്ന തുക പാവങ്ങൾക്ക് നൽകുവാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ഉത്തമ ഇടയന്റെ നല്ല മാതൃക തന്റെ അജഗണത്തിന് ഉപദേശിച്ചു നൽകി. 2013 ഫെബ്രുവരി 11 ബെനഡിക്ട് 16 പാപ്പ സ്ഥാനത്യാഗം ചെയ്തത്. തുടർന്ന് 2013 മാർച്ചിൽ നടന്ന കോൺക്ലേവിൽ സഭാചരിത്രത്തിലെ 266 മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ഹോർഹെ മരിയോ ബെർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടു. 2013 മാർച്ച് 19 മാർപ്പാപ്പയായി സ്ഥാനമേറ്റെടുത്തപ്പോഴാണ് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത്. ലളിത ജീവിതത്തിന്റെ പര്യായമായ രണ്ടാം ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ, ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ, ക്രിസ്തീയ സന്യാസ സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ, 1282 വർഷത്തിനു ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പ പദവിയിലെത്തിയ വ്യക്തി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശ്രദ്ധേയനാണ്. ജോൺ പോൾ II മാർപ്പാപ്പയെ പോലെ യാത്ര ചെയ്യാനും സാധാരണക്കാരായ ജനങ്ങളുമായി അടുത്തിടപഴകാനും താല്പര്യപ്പെടുന്ന ഫ്രാൻസിസ് പാപ്പ ശാരീരിക അവശതകൾക്കിടയിലും വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചു. അതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളിലേക്കുള്ള പാപ്പയുടെ സന്ദർശനം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നവയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി
ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ UAE സന്ദർശിച്ചത്. അബുദാബി കിരീടാവകാശിയും UAE സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും UAEയിലെ കത്തോലിക്ക വിശ്വാസികളുടെയും ക്ഷണപ്രകാരമാണ് മാർപ്പാപ്പ എത്തിയത്. സന്ദർശന വേളയിൽ ഷെയ്ഖ് സായിദ് സ്പോർട്സ് സിറ്റിയിൽ ഫ്രാൻസിസ് പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ 150-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ് പങ്കെടുത്തത്. അറബ് ഐക്യനാടുകളും വത്തിക്കാനുമായുള്ള നയതന്ത്ര സൗഹൃദ ബന്ധത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു മാർപ്പാപ്പയുടെ സന്ദർശനം. 2025 അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന സന്തോഷ വാർത്തയുമുണ്ട്. ഇതിനിടെ റഷ്യ-ഉക്രൈൻ യുദ്ധവും ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത സംഘർഷവും ലഘൂകരിക്കുന്നതിന് പാപ്പ നിർണായക ഇടപെടൽ നടത്തുകയും ചെയ്തു. ഇതേസമയം സഭയിൽ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചതോടെ മാറ്റങ്ങളുടെ പാപ്പയെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ നല്ല മാറ്റങ്ങൾക്കായുള്ള പ്രയത്നങ്ങൾ മാറ്റമില്ലാതെ തുടരട്ടെ. ചേർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്. ടീം ഷെക്കീനയ്ക്ക് കർത്താവിൽ അഭിമാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കൃതജ്ഞതയുടെയും നിമിഷങ്ങൾ പ്രദാനം ചെയ്ത് ഷെക്കീന ന്യൂസ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ബ്രദർ സന്തോഷ് കരുമാത്രയ്ക്ക് ഷാലോം മീഡിയ അവാർഡ് സമ്മാനിക്കപ്പെട്ടു. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന മോൺസിഞ്ചൂർ CJ വർക്കി മെമ്മോറിയൽ ഷാലോം മീഡിയ അവാർഡ് പെരുവണ്ണാമുഴി ഷാലോം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ KCBC പ്രസിഡന്റും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും ഷാലോം ശുശ്രൂഷകളുടെ മുഖ്യ രക്ഷാധികാരിയുമായ കർദിനാൾ ബസേലിയൂസ് മാർ ക്ലീമിസ് കത്തോലിക്ക ഭാവയിൽ നിന്നും ബ്രദർ സന്തോഷ് ഏറ്റുവാങ്ങി. മാധ്യമ സുവിശേഷവൽക്കരണത്തിലൂടെയുള്ള ദൈവരാജ്യ ശുശ്രൂഷകളിൽ തങ്ങളുടെ ജ്യേഷ്ഠ സഹോദര സ്ഥാനത്തുള്ള ഷാലോം ടീമിലൂടെ കർത്താവ് നൽകിയ ബഹുമതിക്ക് ടീം ഷെക്കേന നിറഞ്ഞ മനസ്സോടെ കർത്തൃസന്നിധിയിൽ ഏക മനസ്സോടെ നന്ദി കരേറ്റി. ഷെക്കേന ന്യൂസിലൂടെ കേരള സഭയ്ക്കും ക്രൈസ്തവ മാധ്യമ ശുശ്രൂഷയ്ക്കും നൽകിയ സംഭാവനകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അനുഗ്രഹീത വചനപ്രഘോഷകൻ ബ്രദർ സന്തോഷ് കരുമത്രയെ അവാർഡിനായി തെരഞ്ഞെടുത്തത് എന്ന് ഷാലോം ടീം അവാർഡ് പ്രഖ്യാപനവേളയിൽ വ്യക്തമാക്കിയിരുന്നു. ക്രിസ്തീയ എഴുത്തുകാരെയും മാധ്യമപ്രവർത്തകരെയും ആദരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമായി ഷാലോം മീഡിയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയതാണ് ഷാലോം മാധ്യമ പുരസ്കാരം. അവാർഡ് ദാന ചടങ്ങുകൾ കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമിസ് കാതോലിക്ക ബാവ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അവാർഡ് നേട്ടത്തിൽ ബ്രദർ സന്തോഷ് കരുമത്രയ്ക്ക് ആശംസകളും പ്രാർത്ഥനകളും നേർന്ന കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ ഷെക്കേന ന്യൂസ് സഭയ്ക്ക് അനുഗ്രഹമാണെന്നും പറഞ്ഞു. സുവിശേഷ വ്യാപനത്തിനായുള്ള ഷെക്കേനയുടെ പ്രവർത്തനങ്ങൾ പ്രചോദനകരമാണെന്നും കേരള സഭയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതായും മാർ ക്ലീമിസ് ബാവ കൂട്ടിച്ചേർത്തു. കാലത്തിന്റെ ചുവരെഴുത്തുകളാണ് ഷാലോം ഷെക്കേന ചാനലുകളെന്ന് മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം അഭിപ്രായപ്പെട്ടു. ദൈവത്തെ അംഗീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തി എന്ന യോഗ്യതയാണ് ഷാലോം അവാർഡ് ആർക്ക് സമ്മാനിക്കണമെന്ന ചോദ്യത്തിന് തനിക്ക് ലഭിച്ച ഉത്തരമെന്നും അതാണ് ബ്രദർ സന്തോഷിനെ അവാർഡിന് അർഹനാക്കിയതെന്നും ഷാലോം മീഡിയ സ്ഥാപകൻ ഷെവലിയർ ബെന്നി പുന്നത്ര വ്യക്തമാക്കി. പഴയ നിയമത്തിൽ ജെറുസലേം മതിൽ തകർന്നു കിടന്നപ്പോൾ ഉണ്ടായ വേദന പോലെ ഇന്നത്തെ ജനത്തിന്റെ ദുരവസ്ഥകൾക്ക് ആശ്വാസം പകരാനുള്ള സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു ഷാലോം ഷെക്കേന മാധ്യമ ശുശ്രൂഷകളെന്ന് ഷാലോം ടെലിവിഷൻ ചെയർമാൻ ഫാദർ ജോസഫ് വയലിൽ പറഞ്ഞു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന പരിശുദ്ധ വചനം ഉദ്ധരിച്ച് മറുപടി പ്രസംഗം ആരംഭിച്ച ബ്രദർ സന്തോഷ് 2016 സഭയുടെ പുനരുദ്ധാരണത്തിനായി ഒരു ചാനൽ ആരംഭിക്കുക എന്ന കർത്താവിന്റെ സ്വരം കേട്ട് ഷെക്കേന ന്യൂസ് ആരംഭിക്കാനിടയായ സാഹചര്യങ്ങൾ പങ്കുവച്ചു. ഷെക്കേന ന്യൂസ് ആരംഭിച്ച വേളയിൽ ബ്രദർ ബെന്നി പുന്നത്ര നൽകിയ പ്രോത്സാഹനത്തെയും മാധ്യമ മേഖലയിൽ അറിവോ അതിനുവേണ്ട സാമ്പത്തിക സ്രോതസ്സോ ഇല്ല എന്നതാണ് കർത്താവിന്റെ മുന്നിൽ ചാനൽ ആരംഭിക്കാനുള്ള ബ്രദർ സന്തോഷിന്റെ യോഗ്യത എന്ന ബെന്നി സാറിന്റെ വാക്കുകളെയും ബ്രദർ സന്തോഷ് ഓർത്തെടുത്തു. എല്ലാ മഹത്വവും കർത്താവിന് നൽകിക്കൊണ്ട് ബ്രദർ സന്തോഷ് തന്റെ വാക്കുകൾ ഉപസംഹരിച്ചു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ആലോചനയിൽ വലിയവനും പ്രവൃത്തികളിൽ ബലവാനുമായ നമ്മുടെ കർത്താവിന്റെ കാരുണ്യത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിട്ടാണ് ഷാലോം മീഡിയ ഈ അവാർഡിനെ ഞാൻ കാണുന്നത്. ബെന്നി സാറും മാത്യു സാറും ആവർത്തിച്ച് ഇവിടെ പങ്കുവെച്ചൊരു കാര്യമുണ്ട്. ഇത് ദൈവത്തിന്റെ അംഗീകാരമാണ്, ഇത് ദൈവം നൽകിയ സമ്മാനമാണ്. ഇന്ന് ഈ വേദിയിൽ വെച്ച് കർത്താവിന്റെ മഹത്വത്തിനായി ഈ ഷാലോം മീഡിയ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ബെന്നി സാറിനോടും. കാരണം ഞങ്ങൾക്കൊക്കെ വലിയ പ്രചോദനവും അതിലേറെ മാതൃകയുമാണ് സാറ്. അതുപോലെ മാത്യു സാറ് അവരെ പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ ഷാലോം കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും. കാരണം നമ്മുടെ അധ്വാനവും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനകളും കർത്താവിന്റെ സഭയ്ക്കും കർത്താവിന്റെ രാജ്യത്തിനും കർത്താവിന്റെ ജനത്തിനും
എന്തുമാത്രം അനുഗ്രഹങ്ങളായി മാറും. നമുക്കറിയാം, ഇന്ന് ഇവിടെ നിന്ന് കുട്ടിമുളച്ച ഈ ഒരു ശുശ്രൂഷയാണ്. 14 വയസ്സു മുതൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ബ്രദർ സന്തോഷ് കരുമത്രയുടെ നേതൃത്വത്തിൽ 2000 ഷെക്കേന മിനിസ്ട്രീസ് രൂപം കൊള്ളുകയും 2019 ഒക്ടോബർ 7 ഷെക്കേന ടെലിവിഷനിലൂടെയുള്ള മാധ്യമ ശുശ്രൂഷ പൂർണ്ണസമയ സംപ്രേഷണം ആരംഭിക്കുകയും ചെയ്തു. ഷെക്കേന ന്യൂസ് ആരംഭിച്ച് 5 വർഷങ്ങൾ പിന്നിട്ട വേളയിൽ ഷെക്കേന ഗ്ലോബൽ എന്ന ഇംഗ്ലീഷ് ചാനൽ കൂടി കർത്താവ് ഭരമേൽപ്പിച്ചു. കർത്താവിന്റെ പരിശുദ്ധ വചനങ്ങളോടുള്ള തീക്ഷ്ണത നെഞ്ചിലേറ്റിയും കാലഘട്ടത്തിന്റെ വെല്ലുവിളികളിൽ സഭയ്ക്ക് പ്രതിരോധ കവചം തീർത്തും സത്യത്തിലും നീതിയിലും വിട്ടുവീഴ്ചകളില്ലാത്ത ക്രൈസ്തവ മൂല്യങ്ങളിലും വേരൂന്നിയ മാധ്യമധർമ്മം ലക്ഷ്യമാക്കിയുള്ള ഷെക്കേന ന്യൂസിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്വർഗം നൽകിയ കയ്യൊപ്പായിട്ടാണ് ഷാലോ മീഡിയയിലൂടെ ബ്രദർ സന്തോഷ് കരുമത്രയ്ക്ക് നൽകപ്പെട്ട ഈ അംഗീകാരത്തെ ടീം ഷെക്കേന കൃതജ്ഞതാ പ്രാർത്ഥനകളോടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഒപ്പം തങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ബ്രദർ സന്തോഷിലൂടെ കർത്താവിനും സഭയ്ക്കും സമൂഹത്തിനും നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ സ്മരിച്ച് ടീം ഷെക്കേന തങ്ങളുടെ ആനന്ദവും അഭിമാനവും പങ്കുവയ്ക്കുകയും ചെയ്തു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്. വീടുകളിൽ പുൽക്കൂടുകൾ നിർമ്മിക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ക്രൈസ്തവരുടെ ആത്മീയതയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു പ്രധാന ഘടകമാണ് പുൽക്കൂടുകൾ എന്നും പാപ്പ പറഞ്ഞു. പുൽക്കൂടുകളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ എല്ലാവരുടെയും ഭവനങ്ങളിൽ യേശുവിൻ്റെ ജനനം ചിത്രീകരിക്കുന്ന ഒരു രംഗം ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. വീടുകളിൽ പുൽക്കൂടുകൾ നിർമ്മിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. പൊതുകൂടിക്കാഴ്ചാവേളയിൽ സംബന്ധിച്ച ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച വേളയിലാണ് പുൽക്കൂടുകളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞത്. എല്ലാവരുടെയും ഭവനങ്ങളിൽ യേശുവിന്റെ ജനനം ചിത്രീകരിക്കുന്ന ഒരു രംഗമുണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ പാപ്പ ക്രൈസ്തവികതയുടെ ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും ഒരു പ്രധാന ഘടകമാണ് ഈ പുൽക്കൂടുകളെന്നും കൂട്ടിച്ചേർത്തു. നമ്മുടെ ഇടയിൽ വസിക്കുവാൻ ഇറങ്ങിവന്ന യേശുവിനെ ജീവിതത്തിൽ സ്മരിക്കുന്നതിനുള്ള ഒരു വലിയ ഉത്തേജന മാർഗമാണ് ഈ പുൽക്കൂടുകൾ എന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. യുവജനങ്ങൾ, രോഗികൾ, പ്രായമായവർ, നവദമ്പതികൾ എന്നിവരെ പ്രത്യേകമായി അഭിസംബോധന ചെയ്ത പാപ്പ ഇവർക്കായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും പറഞ്ഞു. കൂടാതെ യുദ്ധത്തിന്റെ ഭീകരത അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവരെയും ആഹ്വാനം ചെയ്തു. പ്രത്യേകമായി പലസ്തീൻ, ഇസ്രായേൽ, ഉക്രൈൻ, മ്യാൻമർ എന്നീ രാജ്യങ്ങളെ പേരെടുത്ത് പരാമർശിച്ച പാപ്പ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സമാധാനം പുലരുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കരുതെന്നും ഓർമ്മിപ്പിച്ചു. യുദ്ധം ഒരു പരാജയമാണെന്നും ഒരിക്കൽ കൂടി പാപ്പ അടിവരയിട്ടു പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ദൈവസ്നേഹത്തിന്റെ മനുഷ്യാവതാരമാണ് ക്രിസ്മസ് എന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ മാധ്യമപ്രവർത്തകർക്കു വേണ്ടി സംഘടിപ്പിച്ച ക്രിസ്മസ് സ്നേഹസംഗമത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിവന്ദ്യ പിതാവ്. ദൈവസ്നേഹത്തിന്റെ മനുഷ്യാവതാരമാണ് ക്രിസ്മസ് എന്ന് ഉത്ബോധിപ്പിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സ്നേഹം പഠിപ്പിക്കുക മാത്രമല്ല ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഈശോ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തി. അതിനുവേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യനായി പുൽക്കൂട്ടിൽ ജനിച്ചതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ക്രിസ്മസ് സന്ദേശത്തിൽ വ്യക്തമാക്കി. മനുഷ്യരോട് കൂടെ നടക്കാൻ വന്ന ദൈവം ഒന്നിച്ചു നടക്കാൻ നമ്മെയും ആഹ്വാനം ചെയ്യുകയാണെന്നും നാം എല്ലാവരും സഹയാത്രികരാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് എന്നും കൂട്ടിച്ചേർത്തു. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി സംഘടിപ്പിച്ച ക്രിസ്മസ് സ്നേഹസംഗമത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ്. അച്ചടി ദൃശ്യ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് സംഗമത്തിൽ പങ്കുചേർന്നത്. തുടർന്ന് തിരുപ്പിറവിയുടെ സന്ദേശവും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് തട്ടിൽ പിതാവ് ക്രിസ്മസ് ആശംസകൾ നേരുകയും സ്നേഹോപകാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. ക്രിസ്മസ് സ്നേഹസംഗമത്തിൽ വിവിധ മാധ്യമ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവരെ സ്വാഗതം ചെയ്തുകൊണ്ട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയ ചാൻസലർ ഫാദർ എബ്രഹാം കാവൽപുരയിടത്തിലും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് സഭയുടെ PROയും മീഡിയ കമ്മീഷൻ സെക്രട്ടറിയുമായ ഫാദർ ആന്റണി വടക്കേക്കര VCയും സംസാരിച്ചു. ഷെക്കേന ന്യൂസ്, കൊച്ചി. ലെബനോനിലെ പുരാതന നഗരമായ ബൈബ്ലോസിൽ സ്ഥിതി ചെയ്യുന്ന ജെബ്ബയിൽ അതിമനോഹരമായ ക്രിസ്മസ് ട്രീ ഒരുങ്ങിക്കഴിഞ്ഞു. കാഴ്ചക്കാരന്റെ മനസ്സും ഹൃദയവും നിറയ്ക്കുന്ന കാഴ്ചയാണ് ജെബ്ബയിൽ ക്രിസ്മസ് ട്രീ. ലെബനോനിലെ പുരാതന നഗരമായ ബൈബ്ലൂസിൽ സ്ഥിതി ചെയ്യുന്ന ജിബയിൽ ഒരുക്കപ്പെട്ട അതിമനോഹരമായ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കാലത്തിന്റെ വരവ് വിളിച്ചോതിക്കൊണ്ട് ഒരു പ്രധാന ചരിത്ര അടയാളമായി കൂടി ക്രിസ്മസ് ട്രീ നഗരത്തിൽ നിലനിൽക്കുന്നു.
ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നഗരത്തിന്റെ സമ്പന്നമായ ക്രൈസ്തവ പൈതൃകത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മനോഹരമായ ദൃശ്യവിരുന്ന് അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇത് സന്ദർശകർക്ക് ഉത്സവാഹ്ലാദത്തിന്റെയും സാംസ്കാരിക പര്യവേക്ഷണത്തിന്റെയും അതുല്യമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. നിരവധി ലൈറ്റുകളും അലങ്കാര വസ്തുക്കളും ഉപയോഗിച്ച് കാണികളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ജിബയിലെ ക്രിസ്മസ് സീസണിൽ നഗരചത്തുരത്തെ ഒരു മാന്ത്രിക ശീതകാല അത്ഭുത ലോകമാക്കി ഇത് മാറ്റുന്നു. ജനവാസമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നാണ് ബൈബ്ലോസ്. കൂടാതെ ജബയിൽ ക്രിസ്മസ് ട്രീ പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. ക്രിസ്മസ് ട്രീയുടെ ദൃശ്യഭംഗിക്ക് പുറമെ സന്ദർശകർക്ക് കൂടുതൽ അനുഭവം നൽകുന്ന വിവിധ പരിപാടികളും ആഘോഷങ്ങളും ക്രിസ്മസ് ട്രീയോടൊപ്പമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ. ഓസ്ട്രേലിയക്കെതിരെ ബ്രിസ്ബനിൽ നടന്ന ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റെടുത്ത രണ്ടാമത്തെ താരമാണ് അശ്വിൻ. 2010 ജൂണിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അശ്വിൻ അരങ്ങേറ്റം നടത്തിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആകെ 765 വിക്കറ്റുകൾ അശ്വിൻ നേടി. 13 വർഷത്തെ കരിയറിൽ 106 ടെസ്റ്റുകൾ കളിച്ച അശ്വിൻ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരവും നേടിയിട്ടുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി 100 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്നതും അശ്വിൻ തന്നെ. ടെസ്റ്റിൽ 37 തവണ 5 വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി ഓസ്ട്രേലിയയുടെ ഷെയ്ൻ വോണിനൊപ്പമെത്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇടംകയ്യന്മാരെ പുറത്താക്കിയ റെക്കോർഡും അശ്വിനാണ്. 6 സെഞ്ചുറികളും 14 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 3503 റൺസാണ് ടെസ്റ്റിൽ അശ്വിന്റെ സമ്പാദ്യം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 41 മത്സരങ്ങൾ കളിച്ചപ്പോൾ 195 വിക്കറ്റുകളും നേടി. 116 ഏകദിനങ്ങളും 65 T20കളും കളിച്ചു. ഏകദിനത്തിൽ 156 പേരെയും T20യിൽ 72 പേരെയും അശ്വിൻ പുറത്താക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലും 2011-13 വർഷങ്ങളിലെ ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടത്തിലും അശ്വിനുണ്ട്. 2015 ഇന്ത്യ അർജുന അവാർഡ് നൽകി ആദരിച്ചു. 2016 ICCയുടെ ഏറ്റവും മികച്ച പുരുഷ ക്രിക്കറ്റർ, പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് അവാർഡുകളും അശ്വിനെ തേടിയെത്തി. സ്പോർട്സ് ഡെസ്ക്, ഷെക്കീന ന്യൂസ്. റഷ്യൻ ആണവ സംരക്ഷണ മേധാവി കൊല്ലപ്പെട്ടു. ഇലക്ട്രിക് സ്കൂട്ടറിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. റഷ്യയുടെ ആണവ ജൈവരാസ സംരക്ഷണ സേനകളുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവ് ആണ് കൊല്ലപ്പെട്ടത്. മുതിർന്ന റഷ്യൻ ജനറലിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ സഹായിയും ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. കൊലപാതകത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ ഗവൺമെന്റ്. റഷ്യൻ ഫെഡറേഷൻ സായുധ സേനയുടെ റേഡിയേഷൻ കെമിക്കൽ ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ തലവനായിരുന്ന ഇഗോർ കിറിലോവിന്റെയും സഹായിയുടെയും കൊലപാതകം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യയുടെ റേഡിയോ ആക്റ്റീവ് കെമിക്കൽ ബയോളജിക്കൽ ഡിഫൻസ് ഗ്രൂപ്പുകൾ RKHBZ എന്നറിയപ്പെടുന്നു. ഇതൊരു പ്രത്യേക സേനയാണ്. കഴിഞ്ഞ ദിവസം ഉക്രൈനിൽ നിരോധിത രാസ ആയുധങ്ങൾ റഷ്യ ഉപയോഗിച്ചു എന്നാരോപിച്ച് ഉക്രൈനിയൻ പ്രോസിക്യൂട്ടർമാർ കിറിലോവിനെതിരെ ആരോപണം ഉന്നയിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. പക്ഷേ റഷ്യ ഈ ആരോപണം നിഷേധിച്ച് രംഗത്തു വന്നു. ഇതിനുശേഷമാണ് കിറിലോവിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതും അദ്ദേഹം കൊല്ലപ്പെടുന്നതും. ക്രെംലിനിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന റിയാൻസ്കി പ്രോസ്പെക്റ്റിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് പുറത്താണ് സ്കൂട്ടറിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചത്. സംഭവ സ്ഥലത്ത് തന്നെ കിറിലോവും ഒപ്പം സഞ്ചരിച്ച സഹായിയും കൊല്ലപ്പെട്ടു. കൊലപാതകത്തിൽ ആസൂത്രണം നടന്നത് വളരെ വ്യക്തമാണ്. കിറിലോവിന്റെ ദുരൂഹ മരണത്തിൽ റഷ്യൻ ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. യമനിൽ ഹ്യൂത്തി ഭീകര കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ മിന്നലാക്രമണം. യമൻ തലസ്ഥാനമായ സനയിലായിരുന്നു ഇസ്രായേൽ വ്യോമസേന കനത്താക്രമണം അഴിച്ചുവിട്ടത്. യമനിലെ സനയുടെ ആകാശത്ത് 14 ഇസ്രായേൽ എയർഫോഴ്സ് യുദ്ധവിമാനങ്ങളാണ് തീമഴ പെയ്യിച്ചുകൊണ്ട് ശരവേഗത്തിൽ പാഞ്ഞത്. ഹൂത്തികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ഇസ്രായേൽ വ്യോമസേന തകർത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനിൽ നിന്നും ആയുധങ്ങൾ യമനിലേക്ക് കടത്തുന്ന സൗകര്യങ്ങളാണ്. ആയുധശാലകളും ഇസ്രായേൽ ആക്രമണത്തിൽ കത്തിച്ചാമ്പലായി. ഒപ്പം യമനി തലസ്ഥാനമായ സനയിലെ തുറമുഖങ്ങളും ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുന്നു. യമനിലെ ഹൂത്തി തുറമുഖങ്ങൾ പ്രവർത്തനരഹിതമാക്കുക എന്നതായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം. ആക്രമണത്തിന് മുമ്പ് ഇസ്രായേൽ അമേരിക്കയോട് ആക്രമണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക യമനിൽ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ഇസ്രായേലിനെതിരെ നിരന്തരമുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ്
ഇപ്പോൾ ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കണക്കനുസരിച്ച് ഹൂത്തികൾ ഇസ്രായേലിന് നേരെ 200-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 170-ലധികം ഡ്രോണുകളും പ്രയോഗിച്ചു. ഇതിൽ മിക്കവയും ഇസ്രായേൽ അമേരിക്ക സംയുക്തമായി നടത്തിയ പ്രതിരോധ സംവിധാനത്തിൽ നിർവീര്യമായി. എങ്കിലും 22 ഇസ്രായേൽ മണ്ണിൽ പതിച്ചതായും IDF വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഒടുവിലത്തെ ഹൂത്തി ആക്രമണം ഇസ്രായേലിൽ നടന്നത്. പുലർച്ചെ 1 മണിക്കാണ് ഇസ്രായേലിൽ നിന്നും 14 യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത്. 1800ഓളം കിലോമീറ്റർ പറന്ന് ഏകദേശം 3:15 യമനിലെ സനയിലുള്ള ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആദ്യ റൗണ്ട് ആക്രമണം നടത്തി. 4:30 രണ്ടാം തവണയും ആക്രമണം കടുപ്പിച്ചു. 5 പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. ഹൊദൈദ, റാസ് ഇസ, അൽ സാലിഫ് പ്രദേശത്തെ തുറമുഖങ്ങളും വൈദ്യുത കേന്ദ്രങ്ങളും എണ്ണശേഖരവും സനയിലുള്ള 2 സെൻട്രൽ പവർ സ്റ്റേഷനുകളും ഇസ്രായേൽ കത്തിച്ച് ചാമ്പലാക്കി. കൂടാതെ 8 വലിയ മദർഷിപ്പുകൾ തകർത്തു. തിരിച്ചുവരാൻ ഉടനെയൊന്നും കഴിയാത്ത തരത്തിൽ ഹൂത്തികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചുവെന്ന് IDF വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെയും ഇസ്രായേൽ നേവിയുടെയും നിർദ്ദേശപ്രകാരമാണ് ഹൂത്തികൾക്കെതിരെയുള്ള ഓപ്പറേഷൻ നടത്തപ്പെട്ടത്. അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടതായി ഹൂത്തി നിയന്ത്രണത്തിലുള്ള അൽ മസീറ ടെലിവിഷൻ വ്യക്തമാക്കി. ഹൂത്തി കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളെ സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രംഗത്ത് വന്നിരിക്കുന്നു. ഹൂത്തി ഭീകര സംഘടനയുടെ ഭീകര നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുകയാണെന്നും ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവർക്ക് നേരെയാണ് ഞങ്ങളുടെ കൈ നീളുന്നതെന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്നവരെ തിരിച്ച് 7 ഇരട്ടി പ്രഹരിക്കുമെന്നും ഒരു ഭീഷണിയോ ആക്രമണങ്ങളോ ഇസ്രായേലിനെതിരെ അനുവദിക്കില്ലെന്നും ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.